സ്വാഗതം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് നോക്കാം കായിക വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഒക്ടോബർ 28 വരെയാണ് മേള. കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന മന്ത്രി വി ശിവൻകുട്ടി മീഡിയ വണ്ണിനോട്. മഴ മാറി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്ലാൻ ബി തയ്യാറാണ്. ഉദ്ഘാടന ചടങ്ങ് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി. സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ ആദ്യ ടീമിന് ഉജ്ജ്വലമായ സ്വീകരണം. ഇൻക്ലൂസീവ് ഇനങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ കാസർകോട് ടീമിനെ സ്വീകരിച്ച മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും. സ്വീകരണം നൽകിയത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ. വനിതാ ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 7 റൺസിന് തോൽപ്പിച്ച ശ്രീലങ്ക. അവസാന ഓവറിൽ 9 റൺസ് വേണ്ട ബംഗ്ലാദേശിന് 4 വിക്കറ്റാണ് നഷ്ടമായത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 202 റൺസിന് പുറത്തായി. ബംഗ്ലാദേശിന്റെ മറുപടി ബാറ്റിംഗ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസിൽ അവസാനിച്ചു. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ പോരാട്ടം. നേരത്തെ തന്നെ സെമി ഉറപ്പിച്ച ദക്ഷിണാഫ്രിക്ക പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. വൈകിട്ട് 3 മണിക്കാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രെന്റ്ഫോർഡിന് ജയം. വെസ്റ്റ്ഹാമിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് തോൽപ്പിച്ചത്. ഇഗോർ തിയാഗോ, മാത്യാസ് ജെൻസൺ എന്നിവരാണ് ഗോൾ നേടിയത്. ലാലിഗയിൽ അലാവസ് വലൻസിയ മത്സരം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. പോയിന്റ് പട്ടികയിൽ അലാവസ് 10ാം സ്ഥാനത്തും വലൻസിയ 14ാം സ്ഥാനത്തുമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 2ാം മത്സരം മറ്റന്നാൾ രാവിലെ 9 മണിക്ക് അഡ്ലീഡ് ഓവലിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ജയിച്ചത്. 3 മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിൽ ഉള്ളത്. ഇതിന് പിന്നാലെ T20 പരമ്പരയിലും ഇരു ടീമുകളും ഏറ്റുമുട്ടും. ബഹ്റൈൻ ആതിഥേയരാകുന്ന 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 31 വരെ നീളുന്ന ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 222 കായിക താരങ്ങൾ പങ്കെടുക്കും. ഹാൻഡ്ബോൾ, വോളിബോൾ, കബഡി തുടങ്ങിയ മത്സരങ്ങൾക്ക് തുടക്കമായി. ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 കബഡി മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ. 81-26 എന്നതാണ് സ്കോർ. മത്സരത്തിനിടെ പാക് ക്യാപ്റ്റൻ കൈനീട്ടിയെങ്കിലും ഹസദാനം ഒഴിവാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ. സൗദി ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ട്രോഫി ലോഞ്ചിംഗും ഫിക്സർ പ്രകാശനവും നടന്നു. ഈ മാസം 23, 24 തീയതികളിലായി ഒളിമ്പിക് വില്ലേജിലാണ് മത്സരങ്ങൾ. 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കായികതാരം മലപ്പുറം പുൽപ്പറ്റ സ്വദേശി മുഹമ്മദ് റബീഹിന് സ്വീകരണം നൽകി. ദേശീയ സൌത്ത് സോൺ ജൂനിയർ മീറ്റിലും ജില്ലാ കായികമേളയിലും മെഡലുകൾ നേടിയിരുന്നു. പാലോട്ടിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വിൻവേറ്റ് ചെന്നക്കൽ ജനകീയ കൂട്ടായ്മ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മലപ്പുറം തിരൂരങ്ങാടി AMVI സന്തോഷ് പറഞ്ഞു.